ഗ്ലാസും വെള്ളം തന്ന പുള്ളി നമ്മളെ പറ്റിക്കോടാ. പുള്ളിയെ കണ്ടറിഞ്ഞൂടെ, ഒരു തറവാടിയാ. പുള്ളി വരും. പുള്ളിക്ക് ഇവിടെ പ്രേതവും പിശാചൊക്കെ ഉണ്ടെന്ന് അറിയാവോ എന്തോ. അറിഞ്ഞെങ്കിൽ അയാൾ ഇവിടെ ഇങ്ങനെ ഇരിക്കൂ. അത് ശരിയാ, അറിഞ്ഞെങ്കിൽ പണ്ടേ കെട്ടും പ്രമാണം എടുത്ത് ഓടിപ്പോയനെ. അതേ വരുന്നു. നിങ്ങളെന്താ മുകളിലോട്ട് വരാ? ഞങ്ങൾക്ക് ഇതാ സേഫ്. എനിക്ക് അല്ല ചേട്ടൻ എന്തൊരു പേടി. ചേച്ചി സീനാണല്ലേ? ചേച്ചിക്കുള്ള ഷെയറും കൂടിയാണ്. അതിന് നിങ്ങൾ വന്നപ്പോൾ അങ്ങ് അടിക്കാന്ന് വെച്ചു. വെള്ളം ഇടി, വെള്ളം. ഞങ്ങൾ ആക്ച്വലി ഇങ്ങോട്ടൊന്നും വരാറില്ല ചേട്ടാ. എന്താ ഇവിടുത്തെ നശിച്ച ആൾക്കാർ പറയുകയാണേ ഇവിടെ പ്രേതവും പിശാചൊക്കെ ഉണ്ടെന്ന്. ആര് വിശ്വസിക്കാൻ? ഇവിടെ പ്രേതമൊന്നും ഇല്ല കേട്ടാ. ഉണ്ടാണോ? ഉണ്ട്. ഉണ്ടോളോ? ഉണ്ട്. ഇല്ല ആണോ? ഇല്ല ഇല്ല ഇല്ല. എന്നാ കേട്ടോ, ഇവിടെ പ്രേതമുണ്ട്. എൻ്റെ 2 കണ്ണുകൊണ്ട് കണ്ട അറിയോ? കണ്ട. അല്ല ഈ പ്രേതം ആണാണോ പെണ്ണാണോ? എടാ പൊട്ട, എല്ലാ പ്രേതങ്ങളും പെണ്ണുങ്ങളാടാ. അതിൽ ഈ പ്രേതം എങ്ങനെ ഇരിക്കും? നമ്മളിരിക്കുന്ന പോലെയൊക്കെ തന്നെ ഇരിക്കും. അതല്ല, കാണാൻ എങ്ങനെ ഇരിക്കും? ഞാൻ മൊബൈല് ഇൻസ്റ്റാഗ്രാം ഐ ഡി തരാം. ഒരെണ്ണം വെച്ച് തന്നോണ്ടല്ലോ പ്രേതത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ചോദിക്കുന്നു. അതൊരു തമാശ പറഞ്ഞല്ലേ, ചേട്ടനത് സീരിയസ് ആയിട്ട് എടുത്തു. പിന്നെ തമാശ, ഞാനും തമാശ. അപ്പൊ കോംപ്ലിമെന്റ് ആയി. അല്ല ശരിക്കും എന്താ പ്രശ്നം? ഇവിടെ ഒരു ഉണക്ക ഫ്രെയിമുണ്ട്, അതിനകത്ത് ഒരു ഇല്ല. ഇതവിടെ ഇരുന്ന് വൃത്തികേടാണെന്ന് കണ്ടിട്ട് ഞാൻ അതിനെ എടുത്ത് പുറത്തോട്ട് കളഞ്ഞു. അത് പിന്നെയും വന്ന് അവിടെ ഇരിക്കും. പിന്നെയും പുറത്തോട്ട് കളഞ്ഞു. പിന്നെയും അതവിടെ വന്നിരിക്കുന്നു. ഇതിനെ പ്രേതമെന്നല്ലാണ്ട് പിന്നെ എന്ത് പറയും? അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനൊരു വഴി പറയാം. നമുക്ക് മെമ്പറോട് കാര്യം പറയാം. ഏത് പഞ്ചായത്ത് മെമ്പർ? പഞ്ചായത്ത് മെമ്പർ വന്നിട്ടുണ്ട് പ്രേതത്തിൻ്റെ പേര് വോട്ടർ ലിസ്റ്റിൽ ചേർക്കണം. തോന്നല്ലേ ഇത്? അല്ലെന്നേ, ഇവിടെ ഈ ഒരു പ്രശ്നം നടക്കുന്നത് ഈ പഞ്ചായത്തിലാണല്ലോ. ഈ പഞ്ചായത്തിലൊരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ പരിഹരിക്കേണ്ടത് പഞ്ചായത്ത് മെമ്പറാണല്ലോ. അപ്പൊ പഞ്ചായത്ത് മെമ്പർ വന്നത് പരിഹരിക്കുകയും ചെയ്യും. കറക്റ്റിലാണോ? അതെ. ഈ പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർ വരും. നാളെ രാവിലെ വരുമായിരിക്കും അല്ലേ? കൺഫേം. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ എങ്ങനെയാണ് ഇവിടെ കിടന്നുറങ്ങുന്നത്? കത്തിക്കാം. ഇന്നും അടിച്ചു കഴിഞ്ഞാൽ കത്തിക്കണം. ഞാനാണ് നിങ്ങളുടെ ഉണ്ടാവുമായിരിക്കുമല്ലോ അല്ലേ? ഉണ്ട്. എന്തിനാ ഊതിയത്? ഞാൻ ഊതിയില്ല. നമ്മൾ പറഞ്ഞത് ഫ്രെയിം കത്തിക്കാന്ന്. കത്തിക്കാം. നോക്കി നിൽക്കാതെ വാ ചേട്ടാ, പോയി കത്തിക്കാം. നടക്ക്. ചേട്ടനല്ലേ കത്തിക്കാൻ പറ്റും. എന്റെ വീട്ടിലെ ഫ്രെയിം നീ കത്തിക്കടാ. നീ കത്തിക്കടാ. കത്തിക്ക്. അതെന്താ സൗണ്ട്? പാത്രം എന്തോ താഴെ വീണാന്ന് തോന്നുന്നു. ഇത്ര ഉച്ചത്തില്ല. എന്തോ കത്തി. നിങ്ങൾ നിർത്തി, ഫോൺ കത്തിപ്പോയി. നിർത്ത് നിങ്ങള്. ഫോൺ ഇനിയും വാങ്ങാലോ അല്ലേ? അതെ, ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും. നീ കത്തിക്ക്. കത്തിക്കട്ടെ ചേട്ടാ. പോയി കിടക്കാം. അല്ല, ഏതാണ് ഈ കാട്? കയറി പോകുമ്പോ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലേ? ഇത് അവള് നമ്മളെ വഴിയെറ്റിക്കാൻ നോക്കുന്നതാ. കൈ പിടിച്ചേ, ഇനി വഴിയെറ്റിക്കത്തില്ല. ഇത് വയ്യറിഞ്ഞു അവിടെ. അവളെന്താ ചെയ്യട്ടെ? വാ.
ഇവിടെ ആ പുല്ലേർപ്പള്ളി റോഡിന്റെ പണി ഇതുവരെ തീർന്നില്ലല്ലോ. എന്താണോ ഇത് ഇത്ര ഡിലേ ആവണത്? പക്ക സ്ട്രേറ്റ് ഫോർവേഡാ. എന്റെ ജനങ്ങളെ ഇങ്ങനെട്ട് വഞ്ചിക്കാൻ എനിക്ക് പറ്റൂല. ഇവിടെ ആളുകൾക്ക് വഴി നടക്കണ്ടോ? ഓ ഓക്കെ ഓക്കെ ഓക്കെ, എന്നാൽ പെട്ടെന്ന് തീർക്ക് കേട്ടാ. ആ ഇനി പറ എന്താ കാര്യം? അത് മെമ്പറെ കൊണ്ട് തീർക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല അല്ലേടാ. ഇവിടെ ഞാൻ ഇടപെട്ട എന്തെങ്കിലും ഒരു കേസ് ഇതുവരെ തീർക്കാതിരുന്നിട്ടുണ്ടാ? അതില്ല. അതിപ്പോ ഏത് യക്ഷിയുടെ കേസാണെങ്കിലും ഞാൻ ഡീലാക്കും, മനസ്സിലായ? അല്ല എന്നാലും ഒരെന്നാലും ഇല്ല. വാ നിങ്ങൾ വാ. വേഗം വാ, എനിക്ക് പോട്ട് കുറച്ച് പരിപാടി ഉണ്ടാ. പഞ്ചായത്തിൽ തിരക്കായിരിക്കും അല്ലേ? ഏയ് ഞാൻ കഴിഞ്ഞ ആഴ്ച യുവജനങ്ങളെ എങ്ങനെ നന്നാക്കാം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടത്തിയായിരുന്നില്ലേ? അപ്പം അതിൻ്റെ പേരിൽ ഒരു ഇൻ്റർവ്യൂ വെച്ചിട്ടുണ്ട്. ഏ ചാനല്? നീലക്കുയിൽ. പഞ്ചായത്ത് മെമ്പറല്ലേ ഈ നാട്ടിലെ പ്രശ്നം അയാളോട് അറിയട്ടെ. നിങ്ങൾ വരില്ലേ? ഇല്ല, ഞങ്ങൾ ഇവിടെ നിന്നോളാം. ഞങ്ങൾക്ക് ഇതാ സേഫ് അല്ലേടാ? അതെ അതെ. മെമ്പറല്ലേ? അതേ മെമ്പറാണ്. എന്താണ് പ്രശ്നം? ചേട്ടനില്ലേ? അരുണേട്ടാ? അരുണേട്ടാണോ പ്രശ്നം? അയ്യോ അല്ല, അതെന്റെ ഹസ്ബൻഡാ. ഓ, കൊച്ചിൻ്റെ കല്യാണം കഴിഞ്ഞാ? കണ്ടാ പറയില്ല കേട്ടാ. മെമ്പറേ, അവിടെ അല്ല പ്രശ്നം, ഇവിടെയാണ്. ഇവിടെ ആ എന്ത് കാണിക്കുക എന്ത്? അപ്പം ഇതാണ് നിങ്ങളുടെ പ്രശ്നം. പ്രേമർത്തറ വന്നേ. ഇതന്നെയല്ലേ പ്രശ്നം? ഈ സാധനം പറക്കോ? ഇതാണോ നിങ്ങളുടെ പ്രശ്നം? ഇത്രയേ ഉണ്ടായുള്ളൂ? നിസ്സാര കാര്യത്തിനാണ് ഈ മെമ്പർ നിങ്ങൾ ബുദ്ധിമുട്ടിച്ചത്. വിളി വിളി, യക്ഷനെ വിളി. ഋഷിയാ? പ്രേതം പ്രേതം. പ്രേതോ? എനിക്ക് പ്രേതത്തിനെ ഡീൽ ചെയ്തൊന്നും പരിചയമില്ല, മനുഷ്യന്മാരെ ഡീൽ ചെയ്ത് പരിചയമുണ്ട്. ആ പറഞ്ഞോളൂ, എനിക്കൊരു പഞ്ചായത്ത് അർജൻറ്റ് മീറ്റിംഗ് ഉണ്ട്, ഞാൻ പോട്ടെ പോട്ടെ നിങ്ങളെ. തോന്നു പൊളിക്കുകയാണ്. രക്ഷയില്ല പ്രേതം. എനിക്ക് പഞ്ചായത്തിൽ കുഴി വയ്ക്കാണ്ട്. ഹലോ, എനിക്ക് അങ്ങോട്ട് പോകണം. ഒന്നുകൂടെ നോക്കിട്ട് പോന്നേ. എടാ ഇനി എനിക്ക് ഇവിടെ നേരം എൻ്റെ കുഴി ഇവിടെ കുത്തോടാ. കാണിച്ചാടാ നിനക്കാ. ആ ദേ ഇത് ഇവിടെ കൊണ്ട് വരുത്തേക്കണം. മെമ്പറിന്റെ കൈ പോലും നിൽക്കാത്ത കേസാ. എൻ്റെ ദൈവമേ, ഈ കൊച്ചു കോതമംഗലത്ത് എന്തൊക്കെയാണോ നടക്കുന്നത്? ഈ ഭൂതത്തിൻ്റെയും പ്രേതത്തിൻ്റെയും കഥയൊക്കെ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുമോ? ആരോട് പറയാൻ? ഞാൻ കേൾക്കൂ, എന്നോട് പറഞ്ഞില്ലല്ലോ. പടി നീ വേണ്ട പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? ഈ ഊരും പേര് പറഞ്ഞുകൂടാത്ത ഈ നാട്ടിൽ വന്ന് കിടന്നിട്ട് എൻ്റെ വിഷമം ഞാൻ ആരോട് പറഞ്ഞ് മനസ്സിലാക്കും? എനിക്ക് മനസ്സിലാവും, നിനക്ക് എന്നോട് പറയാം. അതിൻ്റെ എന്ത് ചെയ്യാനാ? ഓ, നിന്റെ നകുലനെ പോലെയുള്ള ഊച്ചാളി സന്യാസിമാരെ കൊണ്ടുവരുമായിരിക്കും. അവൻ തന്നെ ഇവിടെ തൂറിയും പെടുത്തില്ല ഇവിടുന്ന് പോയത്. പടി 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 പടി. ഇവിടെ ആര് വന്നിട്ടും കാര്യമില്ല, ഞാൻ തീരുമാനിക്കും. എന്റെ പൊന്നശ്വതി, എന്നെ ഒന്ന് വെറുതെ നീ പിന്നെയും വന്നോ? അശ്വതി